ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ആദർശ് ദേവയാനിയോട് ഹണിമൂൺ പോകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകാനുള്ള സമ്മതമൊക്കെ വാങ്ങിക്കുകയാണ്. ദേവയാനിയാണെങ്കിൽ ആദർശിന് പോകാനുള്ള യാത്ര പോകാനുള്ളത് ഇഷ്ടമാണ് എന്നത് അറിഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും ചിന്തിച്ചിട്ട് അവർക്ക് പോവാനുള്ള സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ ആദർശിന് ഈ ഒരു അമ്മയുടെ സമ്മതമൊക്കെ കേട്ടിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു സന്തോഷ വാർത്ത നയനയോട് ചെന്ന് പറയുകയാണ് ആദർശ്. എന്നിട്ട് നയനയെ എടുത്ത് പൊക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് വളരെയധികം സന്തോഷമായൊരു ദിവസമാണ്. അമ്മ എനിക്ക് ഇങ്ങനെയൊരു സമ്മതം തരുമെന്നുള്ളത് ഞാൻ വിചാരിച്ചതേയില്ല നയന എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയനയെ സന്തോഷം കൊണ്ട് എടുത്തു നിൽക്കുന്നത് കണ്ടിട്ടാണ് നവ്യ അതുവഴി വരുന്നത്. എന്നിട്ട് അവരെ കണ്ടിട്ട് ഒന്ന് നാണത്തോടു കൂടി ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ആദർശേട്ടൻ എന്തൊക്കെയായി കാണിക്കുന്നത്? നവ്യയ്ക്ക് നയനയ്ക്ക് സുഖമില്ലാതിരിക്കുന്നതല്ലേ, അവളുടെ സ്റ്റിച്ചൊക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ, സൂക്ഷിക്കണേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അവളെ സൂക്ഷിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്, അവളെ ഞാൻ താഴെ ഇടുകയൊന്നുമില്ല, അവളെൻ്റെ കൈകളിൽ സേഫാണ് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നവ്യ. അങ്ങനെ ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് നവ്യ നയനയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ സന്തോഷ പ്രകടനമൊക്കെ ഞാൻ കണ്ടു, വളരെയധികം സന്തോഷമായടി, എന്താ ഈ ഒരു സന്തോഷത്തിനുള്ള കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നയന പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചി അന്ന് ഞങ്ങൾ ഹണിമൂൺ പോകുന്നതിന് അമ്മ വളരെ എതിർപ്പായിരുന്നല്ലോ, എന്നിട്ട് അത് തടയാനാണല്ലോ അന്ന് ആ ഒരു മലക്ക് പോകുന്നത് അമ്മ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നും ആ ഒരു ഹണിമൂൺ ട്രിപ്പിന് വീണ്ടും പോകാനായിട്ട് ആദർശേട്ടൻ അമ്മയോട് ചോദിച്ച സമയത്ത് അമ്മ സമ്മതം കൊടുക്കുകയായിരുന്നു. അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സന്തോഷമാണ് ആദർശേട്ടൻ പ്രകടിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നവ്യക്കാണെങ്കിൽ വളരെയധികം സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് നീ ഭാഗ്യവതിയാണെടി, നിനക്ക് ഇതുപോലുള്ള ഭർത്താവിനെ കിട്ടിയതും. ഏതായാലും നിന്റെ അമ്മായിമ്മയ്ക്കും ഇപ്പോൾ വളരെയധികം മാറ്റമുണ്ട്. പിന്നെ ആദർശേട്ടനും ഈ വീട്ടിലുള്ള എല്ലാവരും മലക്ക് പോയത് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് മാത്രമാണല്ലോ. എൻ്റെ ഭർത്താവ് ഒഴികെ ബാക്കി എല്ലാവരും നിന്റെ നന്മയെ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടുള്ള ഒരു മാറ്റമാണ്. നിന്നെ ഏതായാലും അമ്മയമ്മ പൂർണ്ണമായി അംഗീകരിക്കും, അതെനിക്ക് ഉറപ്പാണെടി എന്നൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്ന സമയത്തും നവ്യയുടെ മുഖത്ത് ഒരു സങ്കടഭാവം ഉണ്ടായിരുന്നു. എന്തു പറ്റി ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ഒന്നുമില്ല, ഞാൻ അബിയെക്കുറിച്ച് ആലോചിച്ചതാണ്. അവന് എന്നാണൊന്ന് നന്നാവുക? എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം ഇനി അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നവ്യയുടെ സങ്കടം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നയനയ്ക്കും സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് എല്ലാം ശരിയാവും ചേച്ചി, അബിയുടെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്നും നന്നാവാൻ പോകുന്നില്ല, അവനും നന്നാവാൻ പോകുന്നില്ല. ഇപ്പോഴും കണ്ട പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന സ്വഭാവമാണ് അവനുള്ളത്. എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നുവോ, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അന്വേഷിക്കുന്നോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നയന നവ്യയെ ആശ്വസിപ്പിക്കുന്നൊക്കുന്നുണ്ട്. അങ്ങനെ നവ്യ പിന്നെ നേരെ അബിയുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ ആദർശേട്ടനെ കണ്ട് പഠിക്കണം. ആദർശേട്ടനാണ് ഒരു നല്ലൊരു ഭർത്താവ്. ഭാര്യയുടെ ഇഷ്ടങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ അവരെ ഹണിമൂണിന് അന്ന് ഒരു മുടങ്ങിപ്പോയിട്ടുള്ള ഹണിമൂണ് വീണ്ടും പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ നവ്യ അബിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അബി പറയുന്നുണ്ട്, അതിന് അവർ പോകുന്നതിന് ഇപ്പോൾ ഞാൻ എന്ത് വേണം? നിനക്ക് നിൻ്റെ കാര്യം നോക്കി ഇവിടെ നിന്നാൽ പോരെ, അവർ പോയി പോന്നോട്ടെ, നീ എന്തിനാ അതൊക്കെ നോക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്കിതും പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ മതിയല്ലോ, നീ എൻ്റെ ഇഷ്ടങ്ങളോ എൻ്റെ സന്തോഷങ്ങളോ എന്തെക്കുറിച്ചും നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും വേണ്ട. ഒന്നുമില്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിനെയല്ലേ ഞാൻ വയറ്റിൽ ചുമക്കുന്നത്, അതിനെന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യം നീ ചെയ്ത് തന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അബിയോട് നവ്യ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നീ ഏത് നേരവും ഫോണിൽ എൻ്റെ കാര്യമൊക്കെ നോക്കാതെ നിൽക്കുകയല്ലേ, ആ സ്ഥിതിക്ക് ഞാനെന്തിനപ്പോൾ നിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി പിന്നാലെ നടക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്നെപ്പോലെ ഫോണിൽ ഞാൻ വേറൊന്നും കാണുകയല്ല, എനിക്ക് ഒരു സമാധാനം നിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതിൽ ഓരോ പാട്ടുമൊക്കെ കേട്ട് ആസ്വദിക്കുകയാണ്. ആ ഒരു സന്തോഷമെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മറിച്ച് നീ അങ്ങനെയല്ലല്ലോ, നീ ഫോൺ എടുത്താൽ കണ്ട പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്യുകയും അതുപോലെ വേറെയുള്ള വീഡിയോസ് കാണുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളല്ലേ താൻ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തർക്കിച്ച് സംസാരിക്കുകയാണ്. പിന്നീട് ആദർശ് മുത്തശ്ശനോടും നയനയൊക്കെ മുത്തശ്ശിയോടും ഒക്കെ സമ്മതം ചോദിച്ചിട്ട് ഹണിമൂണിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്.
അങ്ങനെ പിന്നീട് അവർ യാത്ര പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ആദർശനും നയനയ്ക്കും വളരെയധികം സന്തോഷവും ഒക്കെയുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അമ്മ ഏതായാലും ഈ ഹണിമൂണിന് സമ്മതിക്കുമെന്നുള്ളത് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ ചോദിക്കുന്ന സമയത്ത് എതിർപ്പ് പറയുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഏതായാലും അമ്മയ്ക്ക് ചെറിയൊരു മാറ്റമുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമായി നയനെ. നമ്മുടെ ജീവിതം ഇനി നല്ല രീതിയിലായിരിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത്, അതേ ആദർശേട്ട, അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. പക്ഷെ അത് നമ്മുടെ മുന്നിൽ പ്രകടിപ്പിക്കാത്തതാണ്. ആ ഒരു സ്നേഹം, നമ്മളോടുള്ള സ്നേഹം അമ്മയുടെ മനസ്സിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കാറ് അവരുടെ കാറിനെ വന്ന് ഇടിക്കുന്നത്. ആ ഇടിയുടെ ഒരു ആഘാതത്തിൽ നയന തെറിച്ച് ഗ്ലാസിൻ്റെ അടുത്തോട്ട് വീഴുന്നുണ്ട്. ആദർശനും അതേ അനുഭവം തന്നെയാണ്. പക്ഷേ നയനയുടെ കാര്യം ആലോചിച്ചിട്ട് ആദർശ് പൊട്ടി പൊട്ടി കരയുകയാണ്. നയനയുടെ തലയിൽ നിന്നും ബ്ലഡ് ഒലിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ദേവയാനി ഞെട്ടി ഉണരുന്നത്. അത് ദേവയാനി കണ്ട ഒരു സ്വപ്നമായിരുന്നു. പിന്നീട് ഒരു സമാധാനവുമില്ലാതെ ആകെ വിയർത്തൊലിച്ച് ദേവയാനി പതുക്കെ മുറിയിൽ നിന്നും പുറത്തോട്ട് ഫോൺ എടുത്തിട്ട് വരികയാണ്. ആ സമയത്ത് തൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേവയാനി ഡോക്ടറെയാണ് ഫോൺ ചെയ്യുന്നത്. എന്നിട്ട് നയനയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ, അവരിപ്പോൾ ഒരു ഹണിമൂൺ ട്രിപ്പിന് പോവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ യാത്ര കൊണ്ട് നയനമോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, എന്തെങ്കിലും പ്രശ്നം ശരീരത്തിന് ഉണ്ടാകുമോ, യാത്ര പോകണ്ടെന്ന് വെക്കണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അവർ യാത്രയൊക്കെ പോയി വരട്ടടോ, അവരുടെ മനസ്സൊന്ന് സന്തോഷിക്കട്ടെ, താൻ ധൈര്യമായിട്ട് അവർക്ക് സമ്മതം കൊടുത്തോ എന്നൊക്കെ പറയുകയാണ്. ആ ഒരു വാർത്ത ഡോക്ടറുടെ വായിൽ നിന്ന് കേട്ടപ്പോഴാണ് ദേവയാനിക്ക് പകുതി ആശ്വാസമായത്. അങ്ങനെ അവർ യാത്ര പൊയ്ക്കോട്ടെ എന്നുള്ള, അവർക്ക് സമ്മതം കൊടുത്തത് ശരിയായി എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുകയാണ് ദേവയാനി.